എന്ത്? ഹൗ ഇസ് ദിസ് ഇവൻ പോസിബിൾ? സെക്യൂരിറ്റി എല്ലാം ഡബിൾ ചെക്ക് ചെയ്തല്ലേ? പിന്നെ എങ്ങനെ സംഭവിച്ചു? ഐ വാണ്ട് ദി എക്സ്പ്ലനേഷൻ. ഇന്ന് വൈകിട്ട് 8 മണിക്ക് നൈറ്റ് ക്ലബ് വൈബ് വോൾട്ടിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഇത് ആരാണോ ചെയ്ത അവരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല, കേട്ടോ? എക്സ്ക്യൂസ് മീ സാർ, സാറിൻ്റെ മീറ്റിംഗിന് ടൈമായി. മീറ്റിംഗ് റൂമിൽ എല്ലാവരും മീറ്റിംഗ് ആണ്. പ്ലീസ് ഹറിയ. ആ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്ത്. പോസ്റ്റ്പോൺ ചെയ്യാൻ സാർ? ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് അല്ലായിരുന്നോ? JVS എന്റർപ്രൈസസിന്റെ CEO ഒക്കെ. ഞാൻ പറയണ പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി. ഞാനല്ലേ നിന്റെ ബോസ്, ആ JVSന്റെ CEO ഒന്നുമല്ലല്ലോ. സോറി സാർ. I don't need to damn sorry. No, get the fuck out. ഓക്കെ സാർ. Shit. ഏതവനാണോ എന്നോട് ഈ ചതി ചെയ്തത്? Whoever is that, അവന്റെ അന്തി എന്റെ കൈ കൊണ്ടായിരിക്കും. I told you to leave, right? ഇനി എന്താ വേണ്ടേ? ഡാമി, ഇത് ഞാനാ. ഓ ജൂലേട്ടാ, കമിൻ. നീ എന്താ ഡാമി ഇത്ര ധൃതിക്ക് എന്നെ കൊണ്ട് വിളിപ്പിച്ച? എനി പ്രോബ്ലംസ്? പ്രോബ്ലംസ് ആണോ എന്ന് ചോദിച്ചാ അതെ ചേട്ടാ. ഇറ്റ്സ് റിയലി കോംപ്ലിക്കേറ്റഡ്. കോംപ്ലിക്കേറ്റഡ്? ഡേയോ നൈറ്റോ? നൈറ്റ്. Someone out there really does have the balls to betray us. Betray us? നീ എന്താ ഉദ്ദേശിക്കുന്നേ? വോൾട്ട് 3-ലെ പകുതിയിലധികം ക്യാഷ് ആണെന്നുള്ള റോബ്ഡായത്. I just got information now. നമ്മളിൽ ഒരുവൻ അല്ലാതെ പുറത്തുനിന്ന് ആരും ഇതറിയാൻ വഴിയില്ല. I am damn sure ഇത് ബിട്രയൽ തന്നെയാ. Gosh, നമ്മുടെ ഇടയിൽ എങ്ങനെ ആരാ? നീ ജൂണിനെയും ഗബ്രിയലിനെയൊക്കെ അറിയിച്ചായിരുന്നോ? അവരോട് ഞാൻ പറഞ്ഞായിരുന്നു. ബട്ട് ജൂണും ഗബ്രിയലും മിഷനായിട്ട് അമേരിക്കയില. അവർ മിഷനും കഴിഞ്ഞ് തിരിച്ചു വരാൻ വൈകുമെന്നാ പറഞ്ഞ. സോ ഞാൻ നമ്മുടെ അലൈഡ് ഗാങ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 8-ന് വൈബ് വോൾട്ടില് ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ. എന്നാലും സ്റ്റിൽ കാൺ ബിലീവ് നമ്മളാരോ ബിട്രേ ചെയ്യുന്നു. എത്ര നാളാന്ന് പറഞ്ഞിങ്ങനെ മാഞ്ഞു നടക്കാനാ? ആളെ ഒന്ന് കൈ കിട്ടട്ടെ, നമുക്കപ്പോ കാണിച്ചു കൊടുക്കാം ആർക്കെതിരെ അവര് കളിക്കാൻ ശ്രമിച്ചെന്ന്. എന്തായി കാണണേ? നിങ്ങളെന്താ നീന്നല്ല നേരത്തെ? നേരത്തെയാ? നിന്നോട് ജസീമാമൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞായിരുന്നോ? ബെസ്റ്റ്. നീ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. നീ എങ്ങനെ അറിയാനാ? വെള്ളപ്പഴങ്കിലൊക്കെ ആ ഗ്രൂപ്പ് എടുത്ത് നോക്കണം. മാമ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓ സോറി, നീ ഗ്രൂപ്പ് ഒന്നും നോക്കാറില്ല. നീയാണെ ഫോണില് ഫുൾ ടൈം ആ ഗെയിം കളിയല്ലേ? എല്ലാം വന്ന് കേറിയപ്പോഴേ തുടങ്ങിയിട്ടുണ്ടല്ലോ. എടി റൂബി, നീ എന്താ വരാൻ താമസിച്ചേ? അത് മാം, ഞാൻ മാമിയുടെ മെസ്സേജ് കണ്ടതായിരുന്നു ഗ്രൂപ്പില്. അല്ല മാം, ഇന്നെന്താ നേരത്തെ? ഇനി VIPs? അതെ, VIPസാ. ആരാണെന്നൊന്നും എന്നോട് ചോദിക്കില്ല. അവർ ഐഡന്റിറ്റി റിവീൽ ചെയ്യില്ലെന്നാ പറഞ്ഞ. സോ ഗേൾസ്, ഇന്ന് മര്യാദക്ക് നിന്നോണം. എടി റൂബി, നിന്നോടാ. അവരോട് ഫ്ലിട്ട് ചെയ്യാനൊന്നും ചെന്നേക്കല്ലേ. നോ ഫ്ലിട്ടിങ്. അതൊക്കെയല്ലേ ഒരു രസം. ദേ കൊച്ചേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ. നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫറാ ഈ വന്ന ഗസ്റ്റിന്റെ. സഭ യൂണിഫോം കിട്ടല്ല. ആയിഷ്, ഈ മാമിന്റെ കാര്യം. എന്റെ കർത്താവേ, ഇത് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വല്ല കിളവന്മാരും ആയിരിക്കാം വന്നെന്ന്. ഇതൊരു മാതിരി ലുക്ക് ചേട്ടന്മാരുടെ ഒരു പടം തന്നെ ഉണ്ടല്ലോ. അതന്നാടി ഹോട്ട് ഗൈസിന്റെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് തന്നെ. ലിസാഷി, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. വെറുതെ അല്ല ജസീമാമ പറഞ്ഞ ഫ്ലട്ടിംഗ് ഒന്നും അലൗഡ് അല്ലെന്ന്. അല്ലടി, ഇത്രയും VVIPs എന്തിനാ നമ്മുടെ ഈ കുഞ്ഞു നൈറ്റ് പാർലോട്ട് തന്നെ? ഇനി ഇവരുടെ മാഫിയസ് വല്ലതും ആയിരിക്കുമോ? മാഫിയ ഇവര്. ഇടീ രാത്രി ഇങ്ങനത്തെ കോമഡി ഒന്നും പറയാതെ. നീ ആ ഫ്രണ്ടേ പോയ ആളെ കണ്ടില്ലേ? ആ ബണ്ണി ഫേസുള്ള ക്യൂട്ട് ചെറുക്കൻ. എന്നാ ക്യൂട്ടാ കാണാൻ. അവനൊക്കെ നിനക്ക് എങ്ങനെ മാഫിയനെ വിളിക്കാൻ തോന്നിയടി? ആ എനിക്കൊന്നും അറിയത്തില്ല. പിന്നുണ്ടല്ലോ റൂബി, നീല്ലേ അവരോട് കളിക്കാണെന്ന് ചെന്നേക്കല്ലേ. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനത്തെ ആൾക്കാരാണെന്ന് അവര്. ഓക്കെ മമ്മ. എല്ലാ സബ് ഗാങ്സും വന്നിട്ടുണ്ടോ? ഇനി വരാൻ ആരെങ്കിലും ഉണ്ടോ? ഇൻഫർണ ഗാങ്ങും ഷാഡോ ഗാങ്ങും ടീംഡപ്പ് ആയിട്ടൊരു ഡ്രഗ് ഡീലിനായി ഓപ്പോസിറ്റ് ചെയ്യാം. സോ അവരൊഴിച്ച് ബാക്കി 3 ഗാങ്സും പ്രസൻറ്റാ. ഓക്കെ, സോ ഈ മീറ്റിങ്ങിന് മെയിനായിട്ട് ലീഡേഴ്സും അവരുടെ റൈറ്റ് ഹാൻഡ്സും നിന്നാൽ മതി. മെമ്പേഴ്സ് വേണമെങ്കിൽ ഡ്രിങ്കോ ഡാൻസോ എന്തായാലും വേണമെങ്കിൽ ബുക്ക് ചെയ്തോ. ഞങ്ങളപ്പോൾ മീറ്റിങ്ങിന് നിൽക്കണ്ടേ? പിന്നെന്തിനാ ഞങ്ങളെ വിളിച്ചിട്ട് വന്നോ?
സോറി ജെക്കെ, അവൻ ഇച്ചിരി ഇമ്മച്ചുറാ, ന്യൂ കിഡാ. ഡീനോ, നീ ജെക്കെ പറയുന്ന പോലെ പോ. സർ ജൂലിയൻ ആൻഡ് മൈ ഫെല്ലോ ലീഡേഴ്സ്, മീറ്റിംഗ് തുടങ്ങിയേക്കല്ലേ? യാ, തുടങ്ങാം ജെക്കെ. ഓക്കെ, ഞാൻ എന്തിനാ ഈ മീറ്റിംഗ് ഒളിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ, നിങ്ങളുടെയൊക്കെ സസ്പെൻസ് ആരാ? നീ ഞാൻ പറഞ്ഞായിട്ട് യോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇവര് മീറ്റിംഗ് കൂടാനാണ്, പിന്നെ നമ്മൾ എന്തിനാ വിളിച്ച? യോജിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മോൻ മീറ്റിംഗിൽ ആദ്യമായിട്ടാണല്ലേ? അതെ. എപ്പോഴും ഇങ്ങനെയാണോ? അതെ, എപ്പോഴും എങ്ങനെയാ. എന്നാലും നീ നേരത്തെ JKക്കെതിരെ പറഞ്ഞത്. മൈ മാൻ, ഡു യു ഹാവ് എ ഡെത്ത് വിഷ്? JK, വാട്ട്സ് സ്പെഷ്യൽ അബൌട്ട് ഹിം? ഹീസ് എ നോർമൽ ലീഡർ, റൈറ്റ്? വെയിറ്റ് എ മിനിറ്റ്, JK നോർമൽ ലീഡറോ? നീ ഗ്യാങ് മെമ്പർ തന്നെ അല്ലേ? നിനക്ക് ഇതുവരെ അറിയില്ല, പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ സബ് ഗ്യാങ്സ് ആണ്. ഈ സബ് ഗ്യാങ്സിന്റെ ഹെഡാണ് സ്കേളറ്റ് ഗ്യാങ്. ഈ സ്കേളറ്റ് ഗ്യാങ്ങിന്റെ മെയിൻ ലീഡറാണ് നീ കുറച്ചു മുമ്പ് എതിര് പറഞ്ഞ JK. മെയിൻ ലീഡറോ? മൂർഖം പാമ്പിനെ ആയിരുന്നില്ല ഞാൻ നേരത്തെ ചൊറിയാൻ ചെന്ന. മൂർഖം പാമ്പോ? നിന്റെ തലതേ ഉടലിന് മേലെ ഉള്ള തന്നെ നിന്റെ ഭാഗ്യം. അത് വേറെ ഏന. പുള്ളിക്ക് ഇന്ന് നല്ല മൂടായോണ്ട് മാത്രം നീ ഇവിടെ നിക്കണം. ഇല്ലേ ഞാൻ പറയണ്ടല്ലോ. എടേ, എന്നാ ഇവിടെ നിക്കണേ? JK പറഞ്ഞില്ലേ പോയി തുള്ളിക്കോളാൻ. മൂന്നും വന്നേ. എടാ, അവർക്കപ്പൊ ഡ്രിങ്ക് ഓർഡർ ചെയ്യണ്ടേ? അതൊക്കെ ഒരു പിള്ളേര് നോക്കിക്കോളും. നിങ്ങ വാ. എടാ പൊമ്മി, നീയും? എന്തോന്ന് നീയും? കിട്ടിയ ചാൻസ് പാഴാക്കണ്ട് വാടേ. അതെ, 8 ഗ്ലാസസ് ഓഫ് നെഗ്രോണിയെ. നെഗ്രോണി അല്ലേടാ? അതെ, അത് തന്നെ. അപ്പൊ കേട്ടല്ലോ, പ്രൈവറ്റ് സെക്ടറിലേക്ക് 8 നെഗ്രോണിയെ. ഡാ ഫെലിക്സേ, നിന്നെ JK തിരക്കണ. എന്നെയാ? ഞാൻ എന്തോന്ന് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തിട്ടല്ല, നിന്നെ കൊണ്ട് എന്തോ ആവശ്യത്തിന്. എന്നെ കൊണ്ട് ആവശ്യമോ? അതും JKക്ക്? അൺബിലീവബിൾ. ഇപ്പൊ ആ ബബിള് പൊട്ടുണ്ടെങ്കിൽ മോൻ വേഗം ചെല്ല്. ഫെലിക്സ് വന്നിരി. അത് കുഴപ്പമില്ല JK, ഞാനിവിടെ നിന്നോളാം. എങ്കിൽ ശരി. ആൻഡ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരേ ഒരു കാര്യത്തിനാ. നീയല്ലേ എലിക്സർ സബ് ഗ്യാങ്ങിന്റെ മെയിൻ ഹാക്കർ? അതെ JK. ഓക്കെ, സോ നീ നോക്കി പറ. ഇത് വേൾഡ് 3ലെ മെയിൻ ക്യാമറസിന്റെ ഫുട്ടേജസാ. ആൻഡ് ഇവിടുത്തെ ക്യാമറാസ് എല്ലാം ഒരേ ടൈമിലാണ് ബ്ലാക്ക് ഓഫ് ആയേ. ദാറ്റ് മീൻസ് someone hacked it. ഞാൻ നീയാ ഇത് ചെയ്തതെന്നൊന്നും അക്യൂസ് ചെയ്യല്ല. ആസ് യു ആർ എ ഹാക്കർ, നിനക്ക് നോക്കാലോ ഹൂ ഡിഡ് ഇറ്റ് സംഹൗ. വേൾഡ് 3 അല്ലേ? അതെ. ഓക്കെ, as far as I know, there is a hidden camera in the walls. ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒന്ന്. As I believe, culprits ഇത് ഹാക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. If it is, we can find the culprit. That's good to know. You're a genius, Felix. Thank you, JK. എക്സ്ക്യൂസ് മീ, യുവർ ഡ്രിങ്ക്സ് ആർ 7 നെഗ്രോണി ആൻഡ് ഞാൻ സ്പെഷ്യലായിട്ട് മിക്സ് ചെയ്ത കോപ്സ് റിവൈവർ നമ്പർ 2 ഫോർ യു, ബണ്ണി ബോയ്. She's a bad bitch, right? What? ഒന്നുമില്ല. റൂബി, നിന്നെ കൊണ്ട് പറ്റും. ജസ്റ്റ് ഒരു ഫോൺ നമ്പർ കൊടുക്കാനല്ലേ? ജസ്റ്റ് ഫോർ ഫ്ലിറ്റിംഗ് മീൻസ്, റൈറ്റ്? ഡു യു നീഡ് എനി റീഫിൽ, സർ? No. Then shall I? Oops, ഞാൻ മറന്നു. This is for you, Bunny Boy. വീണ്ടും മറന്നു. വിളിക്കാൻ മറക്കല്ലേ? She's really the bad bitch. വർക്ക് ചെയ്ത മനുഷ്യൻ ക്ഷീണിച്ച് വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ. അതെന്നാ ടോക്കാ റൂബേച്ചി? ചേച്ചിക്കൊക്കെ സുഖമല്ലേ? പ്രൈവറ്റ് സെക്ടർ, ഞങ്ങള് പാപം പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്ത് മടുത്ത്. ഡേഡി കുരിപ്പേ, ഞങ്ങൾക്കും കുറച്ച് നാൾ മുമ്പ് പബ്ലിക് സെക്ടർ ആയിരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡായി പ്രൊമോട്ടായാണ് പ്രൈവറ്റ് സെക്ടറിലെത്തിയ. അപ്പം എന്താ ചെയ്യുക? മോളും വർക്ക് ചെയ്യുക, അപ്പം പ്രൈവറ്റ് സെക്ടർ എത്തും. ഇത് തന്നെ ജെന്നേച്ചി പറഞ്ഞേ കറക്റ്റ്. അപ്പം എടി, നമുക്ക് വീട്ടിൽ പോയാലോ? റൂബി, നിന്നെ കൊണ്ടാക്കണോ? നീ ഒറ്റയ്ക്കല്ലേ? വേണ്ടാടി, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. എൻ്റെ വീടിൻ്റെ അടുത്താ, നടന്നു പോവാന്നേ ഉള്ളല്ലോ. നിങ്ങൾ വെക്കോ? അവിടെ എന്നാ ഒച്ച? നിന്നെ ആരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു വിട്ട? ആരാണെന്ന്? കർത്താവെ, ബണ്ണി ബോയ് റിയലി മാഫിയാണോ?
നിനക്ക് ചെവി കേൾക്കത്തില്ലടാ. ക്രിസ്റ്റഫർ, ആ ഗണ്ണെട്. പ്ലീസ് ഷൂട്ട് ചെയ്യില്ല സാർ, ഞാൻ പറയാം. എങ്കിൽ നീ പറ. വിക്ടർ സാൽവത്തോർ. സാൽവത്തോർ? അവ നിനക്ക് നീ എന്നെ ചതിക്കാൻ മാത്രം എന്നത് ഓഫർ ചെയ്ത? അത് സാർ, പൊസിഷൻ, നല്ല പൊസിഷൻ തരാന്ന് പറഞ്ഞു അവൻ്റെ ഗ്യാങ്ങിൽ. പൊസിഷൻ? അതെന്തേ? എൻ്റെ ഗ്യാങ്ങിലുള്ളതിൻ്റെ പൊസിഷൻ നിനക്ക് പോരായിരുന്നോ? സാർ, അത് ഞാൻ സോറി, ഇനി ആവർത്തിക്കില്ലത് സാർ. ഞാൻ സാറിൻ്റെ കാലേ വീഴാം സാർ. പ്ലീസ്, ആ കൊള്ളയടിക്കപ്പെട്ട പൈസ എല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവരാം. പ്ലീസ് സാർ, എന്നെ കൊല്ലല്ലോ. പോയ പൈസയൊക്കെ എനിക്ക് പുല്ല, പക്ഷെ ചതി അതെനിക്ക് കണ്ടില്ല നടിക്കാവുന്ന ഒരധിക. ഒരു പരിധി വരെ കാര്യങ്ങൾ ഞാൻ ക്ഷമിക്കും. പക്ഷെ ആഡം, നീ ആ പരിധിയും കഴിഞ്ഞാൽ പോയെ. സോ ഞാൻ നിന്നെ എന്താ ചെയ്യാ? നീ തന്നെ പറ. എന്നെ വെറുതെ വിടണം സാർ, പ്ലീസ്. റോങ് ഓപ്ഷൻ. യു മസ്റ്റ് ഡൈ. വെൽ, നിങ്ങൾ കണ്ടല്ലോ ഇത്. എന്നെ ചതിച്ച ആൾക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കിയല്ലോ. സോ ബിവെയർ ആൻഡ് ബോയ്സ്, ക്ലീൻ ദിസ് മെസ് അപ്പ്. ഓക്കെ ജെക്കെ? വെയിറ്റ് എ മിനിറ്റ്. നിങ്ങളത് കേട്ടായിരുന്നോ? Damn it, somebody is watching this the whole time. അത് ആരാണെന്ന് പോയി നോക്കി ആളെ വേഗം കൊണ്ടുപോവാ. നിക്കടേ അവിടെ. ഇല്ല, എന്നെ വിടടാ. ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല, എന്നെ വിട്ടേ. ക്രിസേ, ആരാത്? ബാറിൽ വെച്ച് കണ്ട വെയിട്രസ് ആണ് ജെക്കെ. പ്ലീസ് എന്നെ വിട്. ഞാൻ ആരോടും പറയില്ല കണ്ടതൊന്നും. പ്ലീസ്, ഞാൻ അറിഞ്ഞോണ്ടല്ല. പ്ലീസ്. ഇവിടെ വണ്ടിയെ കയറ്റിയേക്ക്. നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? മര്യാദയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന ഞാൻ നിങ്ങളോട് എന്നാ ദ്രോഹം ചെയ്തിട്ടാ? എന്നെ വെറുതെ വിട്. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ആവാന്ന? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? അയ്യോ നാട്ടുകാരെ, ഓടിവായോ എന്നെ കൊല്ലാൻ. പെണ്ണെ, ഇനി ഒരക്ഷരം മിണ്ടി എന്റെ തോക്കിന്റെ രുചി നീ അറിയുവേ. കാറിൽ നിറങ്ങ്. നിന്നോട് കാറിൽ നിറക്കാനാണ് പറഞ്ഞ. ഗുഡ് ഗേൾ. അപ്പൊ സൈമൺ ക്രിസ് ജബൽ ലണ്ടൻ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. എങ്കിൽ വീട്ടിൽ പോക്കോ. ഓക്കെ ചേക്കെ. പിന്നെ സ്റ്റെഫി, ഗസ്റ്റിന് റൂം കാണിച്ചു കൊടുക്ക്. എന്റെ മോനെ, ഗസ്റ്റിന് റൂം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടുത്തെ വല്ല പൊട്ട റൂമും ആയിരിക്കും. ഇതൊരു മാതിരി 5 സ്റ്റാർ ഹോട്ടൽ റൂം കൂട്ടുണ്ടല്ലോ. ഗോഷ്, റൂബി, നീ നേരെ തിരിച്ചു ചിന്തിക്കൂ. മുട്ടനാടിനെ അറക്കണതിന് മുന്നേ അതിന് വെള്ളം കൊടുക്കാറുണ്ട്. ഇനി അതുപോലെ വല്ലതൊക്കെ ആയിരിക്കുമോ? എന്നെ കൊല്ലണതിന് മുന്നേ 5 സ്റ്റാർ ട്രീറ്റ്മെന്റ്. എന്റെ കർത്താവേ. ഡിന്നർ റെഡിയാണ്. സാറ് ചോദിച്ച് ഡൈനിങ് ഹാളിലേക്ക് വന്ന് കഴിക്കുന്നുണ്ടോ അത് റൂമിലേക്ക് മതിയാവുന്ന? അത് റൂമിൽ മതി. ഡിന്നർ ഇൻ റൂം? ഇത് കൊല്ലണതിന് മുമ്പേ ഉള്ള 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് തന്നെ. എൻ്റെ ഫോൺ അവർ മേടിച്ചെടുത്തില്ലായിരുന്നേ ആരെയും വിളിച്ച് കാര്യം പറയായിരുന്നു. ബട്ട് അവർ ബ്രെയിനിൽ കളിച്ചു. ഐ ആം ട്രാപ്ഡ്. ഇത്ര പെട്ടെന്ന് ഡിന്നർ വന്നോ? ഹലോ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ വന്നോ. ഞാൻ ആഷ്ല, ഓഗസ്റ്റിന്റെ ബെസ്റ്റിയാ. ഓഗസ്റ്റിന് അറിയില്ലേ? ഡാമിയേട്ടൻ്റെ അനിയൻ. ഇല്ല. അല്ല, ഈ ഡാമി ആരാ? ബെസ്റ്റ്. ഈ ഡാമിയേട്ടന് ആരെയാ കൊണ്ടുവന്നേ? ഡാമി ആരാന്നല്ലേ ചോദിച്ചാ? ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ ചേച്ചിക്ക്? ചേച്ചി കൊണ്ടുവന്ന ആളാണ് ഡാമി ഡി സിൽവ. അപ്പൊ ഈ ജേക്കയോ? അത് ഏട്ടന്റെ ഗോഡ് നെയിമാ. ഓ അല്ല, അപ്പൊ ചേച്ചിക്ക് ഇവിടുത്തെ ആരെ അങ്ങനെ പിടുത്തില്ലല്ലേ? യാ. ഡു യു വാണ്ട് സം എക്സ്പ്ലനേഷൻസ്? ചെറുതായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എല്ലാരും പറ്റി. എവിടെന്നാ ഇപ്പൊ തുടങ്ങാ? വെയിറ്റ് എ മിനിറ്റ്. ചേച്ചി സ്പൈ ഒന്നുമല്ലല്ലോ. ഞാൻ സ്പൈ ആയിരുന്നേ. നിന്റെ ഈ ഡാമിയായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഓ, അത് ശരിയായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ എല്ലാരെയും പറ്റി പറയാം. ഇതാണ് ദി സിൽവ ഫാമിലി, എ.കെ. സ്കാർലറ്റ് മോബ്. ആൻഡ് ഇവിടുത്തെ മെമ്പേഴ്സിനെ പറ്റി പറയുകയാണെ എങ്ങനെ പറയാം? ഇവർ 4 മക്കളാ: ജോൺ, ജൂലിയൻ, ഡാമിയൻ ആൻഡ് ഓഗസ്റ്റ്. ഇതിൽ മൂത്തത് ജൂണസബൽ, ജൂണേച്ചി എ.കെ. ഷുഗ. ചേച്ചിയെ പറ്റി എന്നെ പറയാം. ജെ.കെ. മാഫിയ കിങ് ആണ്. ഷുഗ മാഫിയ ക്വീനാ. സെക്കൻഡ് ബോൺ ജൂലിയേട്ടൻ എ.കെ. ജിന്ന്.
ഏട്ടനൊരു പാവ. ഈ ബിസിനസ്സിലുണ്ടായാലും ആള് മോർ ഓഫ് എ ഫാമിലി കയ്യാ. തേർഡ് വണ്ണാണ് ഡാമിയൻ. ഡാമിയേട്ടൻ AK. ഞാൻ പറയണ്ടല്ലോ ആളെങ്ങനാന്ന്. പിന്നെ ലാസ്റ്റ് മുതലാണ് ഓഗസ്റ്റ്, ഓഗി. ഈ വീട്ടിലെ ഇളയത് ആൻഡ് ഈ ബിസിനസ്സിൽ അലൗഡ് അല്ലാത്ത ഒരേ ഒരാള്. ഓൾസോ ഹീസ് മൈ ബെസ്റ്റി ടു. ബെസ്റ്റി അല്ലെന്ന് നമുക്കൊക്കെ അറിയാം. റേച്ചലേച്ചി ചുപ് കറു. എന്തുവന്ന് കാര്യം? കാര്യാണോ? പറയട്ടേടി. വേണ്ട പറയേച്ചി. അതില്ലേ, ഈ ആശനില്ലേ, ഓഗസ്റ്റിനോട് മുടിഞ്ഞ പ്രേമ. ആണോ? കൊച്ചു കള്ളി. അല്ല അവനറിയില്ല ഇത്? ഇല്ല, അവൻ എന്നെ അവന്റെ പെങ്ങളിനെ പോലെ കാണണം. അല്ല ഞാൻ വിട്ട്, ഇനിയും പരിചയപ്പെടുത്താനില്ലേ? ഇത് റേച്ചലേച്ചി, ജൂലിയേട്ടന്റെ പുന്നാര വൈഫി ആൻമ ചേച്ചി. പിന്നെ വൺ മോർ, ഗബ്രിയൽ ഗാബിയേട്ടൻ AK ഹോപ്പ്, ജൂണേച്ചിയുടെ ഹസ്ബൻഡ്, ട്രസ്റ്റഡ് പാർട്ട്ണർ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഓഗിയുടെ ബെസ്റ്റി ആൻഡ് റേച്ചലേച്ചിയുടെ അനിയത്തി. ദാറ്റ്സ് ഓൾ. ഞാൻ എല്ലാവരെയും പറ്റി പറഞ്ഞില്ലേ? ചേച്ചിനെ പറ്റിയാണ് പറ. എന്നെ പറ്റി പറയാൻ, ഞാൻ റൂബി ജെയിൻ, വൈബ് ഹോട്ടലിലെ സ്റ്റാഫായിരുന്നു. ഇനി എങ്ങനെയാണെന്നറിയില്ല. റൂബി ഡാമിനെ എങ്ങനെ കണ്ടുമുട്ടിയാ? ഡാമി നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ടുവന്നയാ? ഐ വിഷ്. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഡാമി ചെയ്തൊരു ക്രൈമിലെ വിറ്റ്നസ്സാ. അല്ല, കൊല്ലാൻ പോണ ആൾക്കാരെ നിങ്ങളുടെ ഡാമി ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടാണോ കൊല്ലണേ? എന്ത്? യു ആർ എ വിറ്റ്നസ്? അൺബിലീവബിൾ. നോർമലി ഏറ്റവും വിറ്റ്നസ്സുകളെയൊക്കെ സ്പോട്ടിൽ കില്ല് ചെയ്യണയാ. ബട്ട് യു, ചേച്ചീനെ അവൻ വീട്ടിൽ കൊണ്ടുവന്ന് ഹീ ഗോട്ട് എ സോഫ്റ്റ് സ്പോട്ട് ഫോർ യു. നീ എന്താ ഉദ്ദേശിക്കണേ? ഇത് ഫസ്റ്റ് ടൈമാ ഇങ്ങനെ എന്നാ? അപ്പൊ ഈ JKനെ കൊല്ലില്ലേ? ഇതെന്നാന്നേ, കൊല്ലാത്തതിനാണോ സങ്കടം? JK, ജസ്റ്റ് കിഡിങ്. കൊല്ലത്തൊന്നുമില്ല. കൊല്ലാനാണേ നേരത്തെ കൊന്നനെ. താങ്ക് ഗോഡ്. അല്ല, അപ്പൊ ഞാൻ ഇവിടെ ഉള്ള എൻ്റെ ഉദ്ദേശം എന്നാന്നേ? ചിലപ്പോ ഡാമിയേട്ടിനെ ചേച്ചിനെ ഇഷ്ടപ്പെട്ട് കാണാം, അതായിരിക്കും. പിന്നെ പോന്ന്. എന്തേ, ചേച്ചിക്ക് ഇഷ്ടമായോ ഡാമിയേട്ടിന്? അല്ല, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നേ, ഇവർ 4 മക്കളാണെന്നല്ലേ പറഞ്ഞ? അതെ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച അവരുടെ നെയിം ജൂൺ, ജൂലൈ ആൻഡ് ഡാമിയൻ ഓഗസ്റ്റ്. അതിലെ ഡാമിയൻ്റെ നെയിം മാറ്റുവാണേ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഡാമിയൻ്റെ നെയിം മാത്രം എന്നാന്നേ വേറെ, ലൈക്ക് മന്ത്സിൻ്റെ അല്ലാതെ? ചേച്ചി അത് പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലേ? അതെ, ആക്ച്വലി ഡാമിയേട്ടിന് അഡോപ്റ്റഡാ, അതാ. ഓ അതെ. റൂബി, നീ ആ ഫുഡ് തണുത്ത് പോണെടുത്ത് കഴിച്ചേ? ആഷി നിന്നോടും കൂടെയാ. എങ്കിൽ റൂബി ചേച്ചി ഫുഡ് കഴിക്കേ, ഞാൻ അങ്ങോട്ട് പോയേക്കോണേ. ആഷി നീ എവിടെ ആയിരുന്നു? ഞാൻ റൂബി ചേച്ചിയുടെ റൂമിലായിരുന്നു. ഓഗി അവനെന്തേ? അവൻ ഉറങ്ങി. ഡിന്നർ നേരത്തെ കഴിച്ചായിരുന്നു. അത് പറഞ്ഞപ്പോഴാ, എടാ ഡാമി, നീ എന്തിനാണ് ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന? എനി റീസൺസ്? റീസൺ? ഷീസ് ദ വിറ്റ്നസ് ഓഫ് ദ കുറച്ചു മുമ്പ് നടന്ന മർഡർ. വിറ്റ്നസ്? നീ വിറ്റ്നസിനൊന്നും വീട്ടിൽ കൊണ്ടുവരാറില്ലല്ലോ. അവരെ നീ... എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. അത് തന്നെ. ബിസൈഡ്സ്, അവളെ ഇങ്ങനെ പുറത്തു തുറന്ന് വിടണേ അത്ര നല്ലതെന്നും അല്ല. ഷീസ് എ വിറ്റ്നസ്. അതെങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ലര ഡാമി, ആ കൊച്ചിന് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, അതിൻ്റെ വീട്ടുകാരോട് എന്താ പറയാനാ? ഷീ ഡിഡ്ന്റ് ഹാവ് വൺ. 5-ാം വയസ്സിലെ ഓർഫൻ. 18 വയസ്സ് വരെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ. ഇപ്പോൾ ലിവിങ് ഓൺ ഹെർ ഓൺ. ഡാമിയേട്ടിന് റൂബി ചേച്ചിയെ പറ്റി എല്ലാം അറിയാലോ. എന്നതാണ്? ഐ ആം സ്മെല്ലിങ് സംതിങ് ഫിഷി. എന്ത്? ഡാമിക്ക് പ്രണയോ? ജൂണേച്ചി കറക്റ്റ് ടൈമിലാണ് വന്നേ. ഞങ്ങളത് ഡിന്നർ കഴിക്കാൻ പോവായിരുന്നു. അല്ല, ഓഗി എന്തേ? അവൻ ഉറങ്ങി. അവനിപ്പോൾ ഇച്ചിരി നേരത്തെ ഉറക്കം കൂടുതലാണല്ലോ. എന്തു പറ്റി? യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ അവൻ രാവിലെ എണീറ്റാ പഠിക്കാറ്. അതിൻ്റെ ആയിരിക്കും. അതൊക്കെ ശരി. ഡി ആഷി, നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? ഓ, ഈ രാവിലെ എണീറ്റ് പഠിച്ചിട്ടൊക്കെ എന്തിനാന്നേ? തലേ ദിവസത്തെ പഠിത്തം അത് മതി. മോളെ ആഷി, ഈ സ്പിരിറ്റൊക്കെ അപ്പോൾ ഉണ്ടായേച്ചാൽ മതി. റേച്ചലേച്ചി. ചേച്ചി അനിയത്തേക്കോ നിർത്തിക്കേ. അതേ ജൂണേച്ചി, ഗാബിയേട്ടനെന്തേ? ഗാബി ഇൻഫർമറിയിലുണ്ട്. ഇൻഫർമറിയിലോ? എന്തു പറ്റി? ഏയ്, വെറിയുടെ അങ്ങനൊന്നുമില്ല. ചെറിയൊരു ഗൺഷോട്ട് അവിടെ വെച്ചിട്ട് ഇടിച്ചതെയാ. ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പോയതാ. എവിടെ കിട്ടോ? എങ്ങനെ കൊണ്ടേ? അതെനിക്ക് വന്ന് ബുള്ളറ്റ് അവൻ കൊണ്ടുവന്നേ. മൈ സ്വീറ്റ് ഹബി. കൈ കിട്ടാ, സ്റ്റേനില്ല. അല്ല, നിങ്ങളേതോ ഡാമിയുടെ മനസ്സ് പിടിച്ചെടുത്ത ആളെ പറ്റി പറയല്ലായിരുന്നോ? ഏതാ കക്ഷി? റൂബി ചേച്ചി. ആളെങ്ങനെയാ? പൃഥ്വിയാണോ? പൃഥ്വിയാണോന്നോ? ഷീസ് അത്തരയിൽ എന്നതാ പറയാ? വേർഡ്സ് കാൻ ഡിസ്ക്രൈബ് ഹെർ ബ്യൂട്ടി.
ചേച്ചിയുടെ സ്കിൻ കെയർ റൂട്ടീൻ ചോദിക്കാതിരിക്കാൻ ഞാൻ. അത്ര പറ്റിയാണോ? എങ്കിൽ അവളൊന്ന് കണ്ടിട്ട് തന്നെ നമ്മുടെ ഡാമിക്ക് ചേരുമോ നോക്കട്ടെ. ഇതെന്തോന്ന്, പെണ്ണ് കാണലാണോ? ചേരുവില്ലെന്നൊക്കെ നോക്കാൻ. ഏയ് നോക്കൊന്നും വേണ്ടെന്നേ. റൂബി ചേച്ചി ഡാമിയായിട്ട് ചേരത്തില്ലെന്നേ. ഡു യു നോ വൈ? റൂബി ചേച്ചിയുടെ ലുക്കിൻ്റെ അത്രയൊന്നും ഡാമി വരില്ലെന്നേ. കുരുപ്പേ, നിങ്ങൾ രണ്ടും നിർത്തിക്കേ, എന്നിട്ട് ദേ ആളെ വിളി. ആഹാ, എന്നാ ഐശ്വര്യം. എന്നെ കളിയാക്കിയതാണോ? ഏയ് കളിയാക്കിയതൊന്നുമല്ല. തന്നെ കാണാൻ ഒടുക്കത്തിൽ ലുക്കാടോ. നീ ആണായിരുന്നെങ്കിൽ ഓർ ഞാൻ ആണായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ജൂണേ, നിന്റെ കെട്ടിയോന് വെടി മാത്രമേ കൊണ്ടിട്ടുള്ളൂ, ചത്തിട്ടില്ല. കെട്ടിയോന്റെ മുമ്പ് ഭാര്യ പറയാനോ ഡയലോഗ് കേട്ടില്ല. എന്റെ ഗാപിച്ച, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. മനസ്സിലായി. അല്ല, ഇതേതേ കൊച്ച്? നമ്മുടെ ഡാമിയുടെ ഫിയാൻസി അമ്മേ. നിങ്ങൾ എന്തോന്നൊക്കെയാ നീ പറയണേ? ഷീസ് ജസ്റ്റ് എ വിറ്റ്നസ്, ദാറ്റ്സ് ഓൾ. വിറ്റ്നസ് അല്ല, റൂബിക്ക് എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ ജൂണസബിൾ. അറിയാം, ആശ്ലയെല്ലാം പറഞ്ഞായിരുന്നു. നീ ഇതേത് ഗ്യാപ്പിൽ പറഞ്ഞടി? അതൊക്കെ ഞാൻ പറഞ്ഞു. റൂബി ഡിന്നർ കഴിച്ചായിരുന്നോ? ഇല്ലേ വന്നിരി. ഞാൻ കഴിച്ചായിരുന്നു ചേച്ചി. എങ്കിൽ ഞാൻ റൂമിൽ പൊക്കോട്ടെ, ഉറക്കം വരുന്നുണ്ട്. ഓക്കെ റൂബി. അല്ല, നിന്റെ ഡ്രസ്സസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. മാറാൻ ഡ്രസ്സ് വേണോ? ഞാൻ തരാം. എന്തിനാ അവൾക്ക് നിന്റെ ഡ്രസ്സ്? അവൾക്ക് ലോഹ പോലെ ഇട്ട് നടക്കാനാ. എങ്കിൽ ഞാൻ തരാം റൂബി ചേച്ചിക്ക് ഡ്രസ്സ്. എന്തിനാ നിന്റെ കുട്ടിയെടുപ്പ്? അവൾക്കത് ശരിക്കും ചെറുതായിരിക്കും. പൊക്കം കുറവാണെന്ന് പറഞ്ഞ് കളിയാക്കല്ലേ മിസ്റ്റർ. ചേച്ചി പറ, ഡ്രസ്സ് തരട്ടെ? നീ തന്നോ? ഓക്കെ ചേച്ചി, വെയിറ്റ്, ഞാൻ വേഗം തന്നെ ഡ്രസ്സ് കൊണ്ടുവരാവേ. റൂബി നിൽക്ക്. വേറൊന്നുമല്ല, ക്രൈം വിറ്റ്നസ് ആണെന്ന് പറഞ്ഞ് ഇവിടെ ചുമ്മാ എൻജോയ് ചെയ്യാനൊന്നും വിചാരിക്കണ്ട. യു നീഡ് ടു ഡു സം ജോബ് ഹിയർ. ഡാമി എന്ത് ഡാമി? ഞാൻ കാര്യം പറയുന്നത്. അവൾക്ക് വേണേൽ ചൂസ് ചെയ്യാം എന്താവാന്ന്. മെഡിക്കോ ഓർ യുനോ നമ്മുടെ ഒരു ഗ്യാങ് മെമ്പർ. അത് ഞാൻ ഇപ്പം പറയണ്ട, ഒന്ന് ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ഇനി പൊക്കോ. ഓക്കെ ചേക്കേ. മാഫി ഓർ മെഡിക്, എനിക്ക് എന്തെന്റെ കേടായിരുന്നു. എൻ്റെ ജീവിതം ബണ്ണിനക്കി.